അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ വന്നിട്ടുണ്ട് അടുത്തൊരു ഗ്രോ എ ഗാർഡൻ്റെ വീഡിയോ ആയിട്ട്. നിങ്ങൾക്ക് വല്ല മാറ്റങ്ങൾ വല്ലതും തോന്നുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് എൻ്റെ ഈ സ്ക്രീൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വല്ല മാറ്റം തോന്നുന്നുണ്ടോ? അതിന് മുമ്പ് എൻ്റെ ഇതിൽ വരെ വന്ന് നോക്കട്ടെ. സീഡ് ഷോപ്പിൽ വന്ന് കയറി നോക്കുന്നുണ്ട്, ഒരു തേങ്ങാക്കൊലയും വന്നില്ല ഗൈസ്. അപ്പോൾ എന്തൊരു എഴുതിയിട്ടുണ്ട്, അത് ആകട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തിനായിരുന്നു ലാഗ്. ഇടയ്ക്ക് കയറുമ്പോൾ തന്നെ ചെറുതായിരുന്നു ലാഗ് അടിക്കും ഗൈസ്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞാണ് ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ ഗെയിമിൽ കയറുമ്പോഴേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തിനായിരുന്നു? നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ ഇവിടെ കണ്ടിട്ട് ബേസിലും പിന്നെ എൻ്റെ ഈ സ്ക്രീൻ വല്ല കണ്ടിട്ട് വല്ല മാറ്റമുണ്ടോ? വല്ല മാറ്റം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബേസ് കൊണ്ട് മാറ്റം തോന്നുന്നുണ്ടാവും. നൈസ്, നിങ്ങളെൻ്റെ പൈസ വന്ന് നോക്കിയേ. നിങ്ങൾക്ക് അതെങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം എന്ത് രീതി സ്റ്റീലിയ ഫ്രണ്ടോട്ടും ഇത് മറ്റേ ഗ്രോ എ ഗാർഡൻ ഒറ്റ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓഫ്ലൈനായി കളിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളടുത്ത് ഇന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഓഫ്ലൈനായി ചുമ്മാ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച് കയറി കളിച്ചുകൊണ്ടിരുന്ന ഇടയിൽ വേറെ ഏതോ വലിയ വയസ്സുള്ള ഒരുത്തം വന്നു. അവൻ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. യു വാണ്ട് മണിയെന്ന് ചോദിച്ചു. പൈസ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ വലിയൊരു ബേണിംഗ് ബഡ് വന്ന്, പിന്നെ ഗ്രീൻ ആപ്പിൾ, അങ്ങനെ കുറഞ്ഞ വലിയ കൂടിയ സാധനങ്ങൾ എനിക്ക് തന്നു ഗൈസ്. എല്ലാം കൂടെ എനിക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്ര പൈസയായി. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മുടെ ഒരു ഗ്രോ എ ഗാർഡൻ്റെ മെഗാ വീഡിയോ ആണ് ഗൈസ്. മെഗാ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ആക്കിയൊരു വീഡിയോ ആണ്. ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും. ഗ്രോ എ ഗാർഡൻ്റെ ആവശ്യത്തിന് നല്ല ലോങ് വീഡിയോ ആയിരിക്കും ഗൈസ്. ഇത് എന്തായാലും ഇത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഇത് കുറേ തിന്നും. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നല്ല ഫുൾ സപ്പോർട്ട് കാണിക്കുക കേസ്. നിങ്ങൾക്ക് നിങ്ങളുടെ റോബ്ലോക്സ് കളിക്കുന്ന എല്ലാവരുടെ അടുത്ത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്താണ് കേസ്? സമ്മർ ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പ് വന്നിട്ടുണ്ട് കേസ്. രണ്ട് സീഡുണ്ട്. രണ്ടെണ്ണം എനിക്ക് വാങ്ങിക്കാൻ നോക്കട്ടെ. പിന്നെ നോക്കുന്നു ബനാന കേസ്. പിന്നെ 1 മില്യൻ്റെ എഗ്ഗുണ്ട്, 25 മില്യൻ്റെ എഗ്ഗും ഉണ്ട് കേസ്. ഞാൻ ബനാനയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ കേസ് എൻ്റെ കുറച്ച് ഇതുണ്ടോ കേസ്, എൻ്റെ തക്കാളിയും സ്ട്രോബെറിയൊക്കെ മ്യൂട്ടേറ്റ് ആയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇത് വാങ്ങിച്ചിരുന്നത്, ഗോൾഡി സ്പ്രിംഗ്ലറൊക്കെ വാങ്ങിച്ച് ഫുൾ സെറ്റാക്കിയിരുന്നു. ഇന്ന് നമ്മൾ കുറേ സ്പ്രിംഗ്ലർ വാങ്ങിച്ച് മൊത്തത്തിൽ പൊളിയാക്കും കേസ്. നമ്മുടെ ബേസിൽ നിന്ന് മൊത്തം കാടാക്കും. കാട് നോക്കിയ മുട്ടക്കട കുറ്റിക്കാടാക്കും നമ്മൾ ആദ്യം തന്നെ ഇവിടെ നട്ടിട്ടുണ്ട് കുറേ. നമ്മളിപ്പോൾ എന്തായിരുന്നു വെച്ചാൽ ബനാനയൊക്കെ എടുത്ത് നമ്മൾ നടയാണ്. നമുക്കിവിടെ നടാം. നമുക്ക് ഇവിടെ മറ്റേ കോളിഫ്ലവർ ഇവിടെ നടാം കേസ്. കോളിഫ്ലവറും കിട്ടി, ബനാനയും കിട്ടി, പിന്നെ വേറെ എന്തായിരുന്നു കിട്ടി ഞാൻ ശ്രദ്ധിച്ചില്ല. കണ്ട എല്ലായിടത്തും വാങ്ങിച്ചു കേസ്. എന്തായാലും നമ്മുടെ പശുവാണ് കേസ്. പശു. പിന്നെ നമ്മുടെ ഓറഞ്ച് ടാപ്ലിയാ. അപ്പോൾ കേസ് നമ്മുടെ ബനാന എൻ്റെ തന്നെ വലുതായി കേസ്. 2% വലുതായി. ഓറഞ്ച് ടാപ്ലിങ് അങ്ങനെ പറയുന്ന സാധനമുണ്ട് കേസ്. പിന്നെ കോണുണ്ട് ഇവിടെ. ഞാൻ കോണൊക്കെ ഞാൻ വച്ചതാണ്. പിന്നെ പൈനാപ്പിളുണ്ട്, പിന്നെ തെങ്ങുണ്ട്. തെങ്ങ് തരുന്ന നമുക്കൊരു തേങ്ങ തന്നില്ല കേസ്. ഒരു തേങ്ങ തന്നില്ല. തെങ്ങ് തേങ്ങ തന്നില്ലാണ് ഞാൻ ഉദ്ദേശിച്ചത്. തെങ്ങ് ഒരു തേങ്ങ തന്നില്ല എന്നല്ല. നമ്മളിവിടെ വെച്ചത് റാഫില അങ്ങനെ ഏതൊരു സംഭവം പെട്ടെന്ന് കണ്ടില്ല. അത് എത്ര പെർസെൻറ്റേജ് വരുവായെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും കേസ് നോക്കുക കേസ്. ഇതാണ് ഞാൻ പറഞ്ഞ എന്തിനു വലിയ പരിപാടിക്കൊക്കെ മറ്റേ ബൾബ് തൂക്കിയിട്ടിരിക്കുന്ന കണക്കാണ് മറ്റേ ബാമ്പ് ഇരിക്കണം. പാമ്പ് മൊത്തം ബൾബ് ഇട്ട് കണക്ക് മൊത്തം അതിൻ്റെ എല്ലാ ഫ്രൂട്ടുകളും തിളങ്ങിയിരിക്കുന്നു. ഇതുപോലെ ഞാനും എൻ്റെ കുറച്ച് തിളങ്ങലുണ്ട് കേസ്. അപ്പോൾ ചേച്ചി വല്ലതും ഗിഫ്റ്റ് ചെയ്ത് തരുമോ? ചേച്ചി മുജെ കുച്ച് തോതോ വല്ലതും തരുമെന്ന് ചോദിച്ചോക്കാം കേസ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര് മാറ്റണം കേസ്. ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ അക്കൗണ്ട് എനിക്ക് അക്കൗണ്ട് തന്നെയാണല്ലോ അവൻ വേണ്ടെന്ന് പറയും. അപ്പോൾ ഈ എന്തൊരു പേരാന്ന് തൊട്ട് വെച്ച് നമുക്ക് മാറ്റി നമ്മുടെ ചാനലിൻ്റെ പേരാക്കും. വാട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ചേച്ചി. എന്തത് വേണ്ട. പ്ലീസ് ഗീവ് മീ വൺ പ്ലാന്റ്. ഗീവ് മീ വൺ പ്ലാന്റ്. ചേച്ചി ഒരു പ്ലാന്റ് ഇതാ ചേച്ചി വരെന്തരൂ. ഇതെന്തൊരു കേസ് ചേച്ചി? ഓ മൈ ഗോഡ് ഗൈസ്, ചേച്ചി നമുക്ക് യാതൊരു ബൾബ് കണക്കുള്ള സാധനം തന്നിട്ടുണ്ട് കേസിൽ. എന്തൊരു വലിയൊരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി നമുക്ക് റിക്വസ്റ്റ് ചെയ്തേക്കും. ചേച്ചി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ്. നമുക്ക് അപ്സെറ്റ് ചെയ്യാം. നമുക്ക് ഇതൊക്കെ തന്നില്ലേ ചേച്ചി? കുറച്ചുകൂടെ തരാം. മോർ നേടാം കേസ്. വൺ മോർ നമുക്കിതുകൊണ്ടൊന്നും തൃപ്തിയാകുന്നില്ല. വൺ മോർ പ്ലീസ് ചേച്ചി. മുझे एक भी दे दो, मैं പിച്ചക്കാരൻ പക്ഷെ പൈസ ഒന്നും നിങ്ങൾ നോക്കണ്ട. എൻ്റെ ഗാർഡനൊക്കെ നോക്കി പിച്ചക്കാരൻ തന്നെ.
പൈസ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്. ചേച്ചി മുझे എഗ് ഓർദോ ഇത് കേസ്. ചേച്ചിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തിനോ വലിയൊരു സാധനം എടുത്ത് തന്നു കേസ്. അച്ഛാ ഹേ താങ്ക് യു ചേച്ചി. നമുക്ക് താങ്ക് യു കൂടെ അടിച്ചിട്ട് പോകാം കേസ്. താങ്ക് യു. ഞാൻ ഇംഗ്ലീഷ് UKG ഇംഗ്ലീഷ് പഠിക്കാൻ പോണ. താങ്ക് യു കേസ്. താങ്ക് യു നമ്മൾ ഇട്ടിട്ടുണ്ട് കേസ്. ഒന്നുകൂടെ തന്നാൽ കൊള്ളാം. എന്തായാലും മതി കേസ്. മതി. നമുക്ക് തൽക്കാലം ഇത്ര മതി. ചേച്ചിയിൽ നമുക്കിതൊക്കെ വിറ്റ് നോക്കാം കേസ്. എത്ര പൈസ കിട്ടും? ഇത് കണ്ടോ കേസ്? ഇതാണ് ഞാൻ നോക്കണം. മറ്റേ ഒരുമാതിരി ബൾബണൊക്കെ തിളങ്ങിയിരിക്കുന്നത്. ഇത് എന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതൊരു വലിയൊരു പൂ എന്തുവാണെന്ന് തോന്നുന്നു കേസ്. സൺ ബ്ലൂ അങ്ങനെ പറയുന്നത് സാധനം വായിക്കാത്ത കൊള്ളുന്നില്ല. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. ഈ പൈസ നമുക്ക് ഇതിൽ നിന്ന് വല്ല ഒന്നും കൂടെ വാങ്ങിക്കാൻ പറ്റുമോ? വേറെ റീസ്റ്റോക്ക് ആവും. ഇത് നമ്മുടെ ഒരു മില്യൺ ടെക്ക് ഉണ്ട് ഗൈസ്. നമുക്കൊരു എഗ് വാങ്ങിച്ചേക്കാം. ഒരു എഗ്ഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേസ്. 1 മില്യൺ ഒരു എഗ്ഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മറ്റേ നല്ല സീൻ സാധനം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ എഗ്ഗ് എടുത്ത് കാട്ടിക്കളയും. നമുക്ക് ഇതെങ്ങനെയാണ് കേസ് ഇരിക്കുന്നത്? അവിടെ വെച്ചാൽ മതിയോ? അവിടെ വയ്ക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ വിറ്റില്ലേ? ഇത് വിറ്റില്ലേ കേസ്? ഞാൻ ആദ്യം ഇതെന്നെ കൊണ്ട് വിറ്റ് നോക്കിയിട്ട് വരാം. നമുക്കിത് കൊണ്ട് വിറ്റ് നോക്കാം കേസ്. ഇത് ഇത്ര പൈസയാണ് നമുക്ക് നോക്കാം. നമുക്ക് ഹൗ മച്ച് ഇറ്റ് ഈസ് വർത്ത്. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് എത്രയെന്ന് എനിക്കറിയാം. പൈസ ഒരു നല്ല പൈസ ഉണ്ടെന്ന് എനിക്കറിയാം. അതെനിക്കറിയാം. നമുക്കിത് വിൽക്കാം ഗൈസ്. ഫേവറേറ്റ് ആയ സാധനം എടുക്കൂല എന്ന്. എന്തൊരു ഫേവറേറ്റ്? അപ്പോൾ ചിലപ്പോൾ ഇത് വിൽക്കാൻ പറ്റൂലേ? അങ്ങനെ വല്ലതാണ് വല്ല ഗൈസ്. ഇത് കണ്ട എൻ്റെ മറ്റേ ഈ മറ്റേ ഇത് കണ്ട ചെറിയ ലവ് ചിഹ്നം കണ്ടത്. ലവ് ചിഹ്നം മാറ്റണമായിരിക്കും. അങ്ങനെ ഗൈസ് മാറ്റണത്. നോക്കട്ടെ, ഞാൻ ഒന്ന് നെക്കി നോക്കട്ടെ. മാറണമെങ്കിലാ ശവലല്ല. ഇത് എങ്ങനെയാണ് മാറ്റണം? ഇത് ഈ പണ്ടാരമല്ല. നമുക്കിത് എങ്ങനെ മാറ്റണം കേസ്? ഇത് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് $1 മില്യൺ ഡോളറാണ് കിട്ടുന്നത് കേസ്. ഡോളറിന് ഇത് സെൻറ്റ് എന്ന് പറയാൻ സെൻറ്റാണെന്നാണ് തോന്നുന്നത് കേസ്. ഇതിന് ഈ കറൻസി എന്താണ് കേസ് പറയണമെന്ന് അറിഞ്ഞൂടാ. സെൻറ്റാ ഡോളർ എങ്ങാണ്ടുമാണ്. എന്തായാലും നമുക്ക് ഈ ലവ് ചിഹ്നം ഒന്ന് മാറ്റിയാലേ നമുക്ക് ആ കാര്യം നടക്കുള്ളൂ. നമുക്കിത് മാറ്റിയേക്കാം. നമുക്ക് പശു കിട്ടിയാ ഇത് എൻ്റെ പശു തന്നെയല്ലേ. എൻ്റെ പശുവിടെ ഞാൻ കഴിച്ച് തന്നെ ഇത് ഏത് പശു കിട്ടിയാന്ന് നോക്കണം. നമുക്ക് ഈ പശുവിനെ തിരിച്ച് ബേസിൽ തന്നെ വിടാം കേസ്. പശു പോകൂ. നമുക്ക് ഈ പശുവിന് എന്തൊരു പേരിടണം കേസ്? നിങ്ങളൊരു നല്ല പേര് സജസ്റ്റ് ചെയ്യുക. നമുക്ക് ഈ പശുവിന് ഒരു പേരിടാം. നമ്മുടെ എഗ്ഗ് ഇനി വിരിയാൻ കുറച്ച് നേരം കൂടെ ആവും. ടമാട്ടർ ഗജർ തന്നെ നമുക്ക് ഇതിൻ്റെ ഫേവറേറ്റ് എങ്ങനെ മാറി കേസ്. മാറി കേസ്. നമ്മുടെ ഇതിൻ്റെ ഫേവറേറ്റ് മാറി. നമുക്കിത് വിറ്റ് നോക്കാം. നമുക്കിത് വിൽക്കാം കേസ്. നമുക്കിത് വിൽക്കാം. എത്ര? നമുക്ക് $1 മില്യൺ കിട്ടും. ഞാൻ ഡോളേഴ്സ് എന്നേ പറയുള്ളൂ കേസ്. എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേസ്. ഞാൻ ഡോളർ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഈ കറൻസി എന്താണ് പറയണമെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ കൊള്ളാം. കമൻറ്റ് ഇടുക കേസ്. കമൻറ്റ് ഇടുക. നമുക്ക് വേറെ പ്രത്യേകിച്ച് നമ്മുടെ ബേസിൽ നിന്ന് ഒരു കാർഡാക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ഗാർഡൻ നമ്മളൊരു കുറ്റിക്കാടാക്കും. നമ്മൾ ആമസോൺ കാർഡാക്കും കേസ്. നമ്മുടെ ബനാന വലുതായി. നമ്മുടെ ഈ തെങ്ങാണ് കേസ് ഒരു വലിയ ഇത്ര വലുതായിട്ട് നമുക്കൊരു തേങ്ങ പോലും തന്നിട്ടില്ല. ഞാൻ ഇനി എന്ത് കൊടുക്കണം ഇതിന്? നമുക്ക് ചേച്ചിയുടെ അടുത്ത് ഒന്നുകൂടെ പോയി വല്ല കെഞ്ചി നോക്കിയാലേ? കെഞ്ചി കാല് പിടിച്ചാലോ? ചേച്ചി വല്ലെന്താ ചേച്ചി അല്ല ചേച്ചി ഇത് ചേട്ടനാണെന്ന് തോന്നുന്നു. ചേച്ചി മുങ്ങിയപ്പോൾ അവിടെ നിന്ന്. ചേട്ടാ മുझे एक प्लीज़ गिव मी वन प्लांट. ചേട്ടാ പ്ലീസ്. अरे भाई साहब मुझे एक प्लांट दे दो. प्लांट അടി പ്ലാന്റ് PLANT. PLANT. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഗൈസ്. ഞാൻ അടിച്ചെന്തിന് ഇപ്പോൾ വന്നെന്തിന്? ചേട്ടാ भाई साहब एक मिनट सबर करो प्लीज़. give me one plant. ओके गैस, मैं अड़चिट्टुंड. ചേട്ടാ भाई साहब एक प्लांट दे दो. भाई साहब कुछ रिस्पॉन्ड नहीं है. रिस्पॉन्ड ഒന്നുമില്ല ഗൈസ്. भाई साहബിൻ്റെ ഒരു മാങ്കോ ഒക്കെ ഉണ്ട് ഗൈസ്. മാങ്കോ ഉണ്ട്. പിന്നെ വളരെ സാമ്രാജ്യം തന്നെ എങ്കിലും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭായ് സാബിൻ്റെ കിളി പോയെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഭായ് സാബിന് ഇനി ഈ ഒരു കൊല്ലത്തൊന്നും കഴിഞ്ഞ് വരില്ല ഗൈസ്. ഇനി ഭായ് സാബിൻ്റെ അത് കെഞ്ചിയിട്ട് കാര്യമില്ല. ഭായ് സാബിൻ്റെ സെർവറെല്ലാം അടിച്ചു പോയെന്നാണ് തോന്നുന്നു. ഭായ് സാബിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ട് ഗൈസ്. കുറേ പെറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളി പ്ലാന്റ്സും ഉണ്ട്. ഭായ് സാബിൻ്റെ കിളിയൊക്കെ പോയി. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഭായ് സാബ് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ ബേണിംഗ് ബട്ടൊക്കെ ഉണ്ടോ ഗൈസ്? ഇതെന്തൊരു കൊടേ മറ്റേ വലിയ ആകാശത്ത്. ഇത് ബേണിംഗ് ബട്ടെന്ന് വെച്ചിട്ട് പൂവാണോന്ന് അറിഞ്ഞൂടാ. വലിയ അങ്ങ് ആകാശം വരെ പോയിരിക്കുന്നു. നമുക്ക് ഗിയർ ഷോപ്പിൽ വല്ലതും വാങ്ങിക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. സ്പ്രിംഗ്ലർ വല്ലതും വന്നാൽ ഇല്ല ഗൈസ്. ഇല്ല
ഒരു സ്പ്രിംഗ്ലർ വന്നില്ല. നമുക്ക് ഗോഡ്ലി മാസ്റ്റർ സ്പ്രിംഗ്ലർ ഉണ്ട്, ഗ്രാൻഡ് മാസ്റ്റർ സ്പ്രിംഗ്ലർ ഉണ്ട്, മാസ്റ്റർ സ്പ്രിംഗ്ലർ ഉണ്ട്, ഗോഡ്ലി സ്പ്രിംഗ്ലർ ഉണ്ട്, സ്പ്രിംഗ്ലർ ഉണ്ട്. പിന്നെ ഇതെന്തിനാണ് പണ്ടൊരു ഷവല്, ഇതെന്തിനാണ് കേസ് ഷവല്, ഇതല്ലേ കേസ് നമ്മൾ ഞെട്ടും ബോൾട്ടൊക്കെ കഴിക്കുന്ന സാധനം, റീകോയിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം കേസ്. റീകോയിൽ അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഉപയോഗം എന്തിനാണ് 5 times യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തിനാണ് ഇതിൻ്റെ ഉപയോഗം ഒന്ന് പെടുത്തുന്ന കിട്ടുന്നില്ല. ഞാൻ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കട്ടെ ഗൈസ്. ഗൈസ് ഇതിൻ്റെ ഉപയോഗം എനിക്ക് മനസ്സിലായി. ഇത് നിൽക്കുമ്പോൾ നമ്മൾ നേരെ ഗിയർ ഷോപ്പിൽ ടെലിപ്പോർട്ട് ആവുന്നൊരു സ്പാനറാണ് ഗൈസ്. ഇത് സ്പാനർ നമുക്ക് ഇതിൻ്റെ അകത്ത് വല്ല സൂപ്പറായിട്ട് വലിയ വന്നാൽ നമുക്ക് കിട്ടും ഗൈസ്. ഇനി യാതൊരു കടയാണ് ഇവോ പ്ലാന്റ്സ് എന്ന് പറയുന്ന സാധനം. നമ്മൾ കുറച്ച് ഇവോ പ്ലാന്റ്സ് ഗൈസ്, ഇവോ ബീട്രൂട്ട് ഉണ്ട്, ബ്ലൂബെറി, ഇവോ പംകിൻ, അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഇവോ ബീട്രൂട്ട് എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ട്, ഇപ്പോൾ ആവശ്യമില്ല അല്ലെ വാങ്ങിച്ചേക്കും ഗൈസ്. ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇവിടെ കുറച്ചും കൂടെ കിടക്കട്ടെ. ഇവോ പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഗിയർ ഷോപ്പിൽ വന്നതാണ്. ഈ പിടിച്ച് കുത്തി കാണും ഗൈസ്, അറിയാതെ കയറി കൊള്ളണയാണ്. നമുക്ക് ഇവോ പ്ലാന്റ് എന്ന് വെച്ചാൽ എന്തിനാണ് അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇവോ പ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു ഫ്രീ ഫയർ ഇവോ ഗൺസിലേക്ക് ഗൈസ്. അതുപോലെ ഇവോ പ്ലാന്റ് അങ്ങനെ വല്ലതും എന്തിന് പണ്ടാരെങ്കിലും ആവട്ടെ, നമുക്ക് ഇവോ പ്ലാന്റ് എവിടെ നടും. നമ്മളൊരു ഓറഞ്ച് ടാപ്ലിങ്, ഇതറിയാതെ പറഞ്ഞു വന്നല്ലേ, ഓറഞ്ച് 12 അങ്ങനെ പറഞ്ഞ എന്തൊരു സാധനമാണ് ഗൈസ്. അറിയാതെ കയ്യിൽ നിന്ന് കയറി കൊണ്ട് വന്നത്. $1000 കിട്ടി ഗൈസ്. $1532. നൈസ്, റിയലി നൈസ്. കക്കൂസ എന്നാണ് ഉദ്ദേശിച്ചത്, കക്കൂസ് എന്നാണ് വായിക്കാൻ തോന്നുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ ബീട്രൂട്ട് അവിടെ നട്ടിട്ടുണ്ട്. ബീട്രൂട്ട്, പിന്നെ റീക്കൽ മറ്റേ ഗിയർ ഷോപ്പിലോട്ട് ടെലിപ്പോർട്ട് ആവുന്ന സാധനം. പിന്നെ നമ്മുടെ എഗ്ഗ് ഇപ്പോൾ ഗ്രോ ആവുന്നത് ഹാച്ച് ആകുമെന്ന്. നമ്മുടെ ബനാന എന്താണ് കേസ് നമ്മുടെ ഇതാണ്ടോ കേസ്, നമ്മുടെ സ്ട്രോബെറി മൊത്തം മറ്റേ വെട്ടി തിളങ്ങിയിരിക്കുന്ന മറ്റേ ബൾബ് കണക്ക് ഇതാണ് കേസ്. പിന്നെ ഇവിടെ പൈനാപ്പിളുണ്ട്, ഓറഞ്ച് 12 അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ കാണിച്ചത് ഓറഞ്ച് 12 മറ്റേ എൻ്റെ കയ്യിൽ കയറിയാതെന്ന് പറഞ്ഞു സാധനം അതന്നെ. അത് നമ്മുടെ ബനാന പെട്ടെന്ന് ചെടി വളർത്തുമല്ല. ഇതെന്തിനാണ് കേസ്? ഇതാണ് റാഫിൽ കേസ്. റാഫിൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്വീറ്റ് ഷോപ്പിൽ പോയിട്ട് വല്ലതും നോക്കട്ടെ കേസ്. വല്ലതും കുച്ച് വാങ്ങിക്കാൻ വല്ലതും ഉണ്ട്. ഇവിടെ കുറേ പൈസ ഉണ്ട് കേസ്. നമുക്ക് ഏകദേശം ഏറ്റവും താഴെ കിടക്കുന്ന പ്ലാന്റൊക്കെ വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ ആവശ്യത്തിനുള്ള പ്ലാന്റൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമുക്ക് 25 മില്യൻ്റെ മുട്ട വാങ്ങിച്ചല്ലേ. 25 മില്യൻ്റെ കയ്യിലില്ലെന്നാണ് കേസ് തോന്നുന്നത്. തൽക്കാലം വേണ്ട കേസ്. ഒരു ബനാന ഉണ്ട്, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചില്ല തൽക്കാലം. ഇപ്പം നമുക്ക് വേണ്ട കേസ്, നമ്മുടെ ഉണ്ടല്ലേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളൊക്കെ നല്ല സാധനമല്ലേ കേസ്. ഇതൊക്കെ റീസ്റ്റോക്ക് വന്നിട്ട് ഞാൻ ഇപ്പോൾ വാങ്ങിക്കായിരുന്നു. നല്ല പൈസ ആണ് ചിലപ്പോൾ, നമ്മൾ വിചാരിക്കുന്ന നല്ല കാര്യമായിരിക്കും. നമ്മുടെ പശുവിടെ എന്തിനാണ് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പയ്യൂ കേസ്. നമ്മുടെ പശുവൊക്കെ കൊടുക്കണം തുള്ളിക്കളിക്കുക കേസ്. നാശം നമ്മുടെ ഓറഞ്ച് ടാപ്ലിങ് അത്ര ഇതായിരുന്നു. അപ്പം നമുക്കിതിനെ ഫീഡ് ചെയ്യാൻ പറ്റുമോ കേസ്? എഗ്ഗ് ഇപ്പോൾ ഓപ്പൺ ചെയ്യണ്ട. എഗ്ഗ് നമുക്ക് പൈസ കൊടുത്ത് ഓപ്പൺ ഒന്നും വേണ്ട. റോബോക്സ് ഒന്നും ഞാൻ കൊടുക്കില്ല. റോബോക്സ് എനിക്കൊന്നും വയ്യ പൈസ കൊടുത്ത് ഒരു എഗ്ഗ് തുറക്കാം. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് കിട്ടുമല്ലോ. ഗിയർ ഷോപ്പിലോട്ടൊന്ന് ടെലിപ്പോർട്ട് അയക്കാം. വലുത് വാങ്ങിക്കാൻ. മാഗ്നിഫൈ ഗ്ലാസ്, അതെന്തൊരു സംഭവം മാഗ്നിഫൈയിങ് ഗ്ലാസ്? അത് വെച്ച് എന്തിനാണ് ഉപയോഗം? മറ്റേ നമുക്ക് മറ്റേ വെയിലടിച്ചിട്ട് പ്ലാന്റ് കരിയിക്കാൻ പറ്റുമത്. ഹാർവെസ്റ്റ് ടൂള്, ഫേവറേറ്റ് ടൂള്, ഇതൊക്കെ എന്തൊരു ഭണ്ഡാരം എന്തോ. ഹാർവെസ്റ്റ് ടൂൾ എന്തിനായിരിക്കും? നമുക്ക് ഒരു ചെടി അതിൻ്റെ ഒരു ചെടി എടുത്തിട്ട് പറിച്ചെടുത്ത് നമുക്ക് അതിൻ്റെ ഫീഡാക്കാൻ പറ്റും. അങ്ങനെ വല്ലതാണ്. എനിക്ക് കണ്ടു പറ്റിയ നെറ്റ് കണക്കാണ് കേസ് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തൊരു ഉപയോഗം കാണും കേസ്. ഇതിനൊക്കെ ഗോഡ്ലി സ്പ്രിംഗ്ലർ ഇതൊക്കെ വന്നിട്ട് ഞാൻ വാങ്ങിക്കായിരുന്നു കേസ്. ഇതൊക്കെ പൊളി സാധനമാണ്. നമ്മുടെ നമ്മുടെ മ്യൂട്ടേഷനെ സഹായിക്കും. പിന്നെ 5 മിനിറ്റ് അവിടെ കിടന്ന് ഇങ്ങനെ സ്പ്രിംഗ്ലർ ചെയ്തുകൊണ്ടായിരിക്കും. ഇത് നമ്മുടെ അഡ്വാൻസ് സ്പ്രിംഗ്ലറും അങ്ങനെ തന്നെ നമ്മുടെ മ്യൂട്ടേഷനൊക്കെ സഹായിക്കും. പക്ഷേ ബേസിക് സ്പ്രിംഗ്ലർ നമ്മുടെ മ്യൂട്ടേഷനെ സഹായിക്കില്ല എന്നാണ് കേസ് തോന്നുന്നത്. മറ്റേ അവിടെ എഴുതിയിട്ടില്ല മ്യൂട്ടേഷനെ സഹായിക്കുമെന്ന് അത് അവിടെ എഴുതിയിട്ടില്ല. ചിലപ്പോൾ സഹായിക്കില്ലായിരിക്കും. എന്തിനാണ് കേസ്? വാട്ടർ ക്യാൻ എന്തിനാണ്? എന്തായാലും നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ വന്ന് പോയി എത്തി നോക്കിയിട്ട് വരാം. എത്തി നോക്കാൻ ഭാഗമായിട്ട് വലിയ അപ്ഗ്രേഡൊന്നും വല്ലതും നടന്നോന്ന് ചോദിച്ചാൽ നടന്നില്ല. വലുതായിട്ടൊന്നും നടന്നില്ല കേസ്. ഇവിടെ കോണുണ്ട്. നമുക്ക് പിന്നെ സീഡ് ഷോപ്പിൽ തന്നെ പോകാം. സീഡ് ഷോപ്പ് റീസ്റ്റോക്ക് ആയി കേസ്. സീഡ് ഷോപ്പ് ഓക്കെ.
വല്ലത് വന്നാൽ നോക്കട്ടെ കേസ്. ബാമ്പ് വന്നു കേസ്. ബാമ്പ് നമ്മുടെ ഇല്ല. നേരത്തെ നമ്മൾ വിറ്റ് കളഞ്ഞാണ്. ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ച് പിന്നെ അങ്ങ് വിറ്റ് കളഞ്ഞു കേസ്. ഈ പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചധികം ബാമ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേസ്. പിന്നെ വാങ്ങിക്കാൻ കോണുണ്ട്. വേണമെങ്കിൽ ഒരു കോണ വാങ്ങിച്ചേക്കാം. 2-3 കോണങ്ങ് വാങ്ങിച്ചേക്കാം. പിന്നെ നമുക്ക് ബാമ്പ് ഒന്നുകൂടെ വാങ്ങിക്കണം. ഒരെണ്ണം കൂടെ വാങ്ങിച്ചേക്കാം കേസ്. ബാമ്പ് നമ്മുടെ കയ്യിൽ 14 എണ്ണം ഉണ്ട് കേസ്. പിന്നെ കോൺ നമ്മുടെ കയ്യിൽ 3 എണ്ണം ഉണ്ട്. നമുക്ക് ബാമ്പ് ഈ മൂലം തന്നെ നടാം. തുറക്കണ്ട. ഇപ്പോൾ തുറക്കാൻ ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഇപ്പോൾ തുറക്കണ്ട തൽക്കാലം. ബാമ്പോടെ നമുക്ക് വിതറിയിടാം കേസ്. ഇവിടെ മൊത്തം ബാമ്പ് കൊണ്ട് നിറയണം. നമ്മളിന്ന് ഒരു ആമസോൺ ഫോറസ്റ്റ് ബാമ്പ് ഫോറസ്റ്റ് ഉണ്ടാക്കും. നമ്മളിന്ന് ഒന്നിൻ്റെ നടുക്കൊന്ന് വേറൊന്നിൻ്റെ നടുക്ക് വേറൊന്ന്. ഇവിടെ ബാമ്പ് ഒരു പ്രത്യേകമായ ഒരു കാഴ്ചയാണ് കേസ്. വെക്കുന്നു 2 സെക്കൻഡ് കഴിയുന്നു, അപ്പോൾ വലുതാകുന്നു. ഇതുപോലെയൊക്കെ മറ്റേ വില കൂടി ചില പ്ലാന്റൊക്കെ ഉണ്ട്. അതുപോലെ ഇതുപോലെയൊക്കെ അതുപോലത്തെ ഇതുപോലെ അങ്ങനത്തെ പ്ലാന്റൊക്കെ വളർന്നിട്ട് വലിയ ഉപയോഗമായിരുന്നു. അവൻ്റെ ബേണിംഗ് ബെഡില്ലേ ഇത് അന്തരീക്ഷമായിട്ട്. നമുക്ക് കോൺ അവിടെ നടാം കേസ്. അതിൻ്റെ മുട്ട ഹാച്ച് ചെയ്യുന്ന സമയമായോ ഇല്ല. നമുക്ക് കോൺ അവിടെ നടാം കേസ്. കോൺ 1 2 3 നമ്മളിങ്ങനെ ചുറ്റും നട്ടിട്ടുണ്ട് കേസ്. നമുക്കിനി ഓറഞ്ച് ടാപ്ലിങ് ഞാൻ അറിയാതെ കയ്യൊന്ന് കയറി തട്ടി പറഞ്ഞു പോരണയാണ്. ദൈവമേ, ഐ വാണ്ട് ടു സെൽ ദിസ്. ആവശ്യത്തിന് പൈസ കിട്ടി കേസ്. നൈസ്. ഇതോടെ സെല് ചെയ്യാം. ഐ വാണ്ട് ടു സെൽ ദിസ്. ഈ മറ്റേ ഇതും കൂടെ വീട്ടിട്ടുണ്ട് കേസ്. നമ്മുടെ സ്ട്രോബെറി 52 സെൻറ്റ്. നൈസ്. ഈ മുട്ട തുറക്കുമ്പോൾ എന്തൊരുണ്ട്, നല്ല കിണ്ണം കാശ് വല്ല പെറ്റ് കിട്ടണം. നമുക്ക് ഇതിന് വല്ല ഫീഡ് ചെയ്യാൻ പറ്റുമോ കേസ്? എന്തറിഞ്ഞൂടെ എനിക്ക്. നമ്മുടെ ഇത് കണ്ട ചക്ക ആണൊക്കെ ചക്ക സ്ട്രോബെറി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ പശുവിനെ ഫീഡ് ചെയ്യാൻ പറ്റും നോക്കട്ടെ കേസ്. പശു ഇല്ല അവിടെ. പിടി തിന്ന് കേസ്. നമ്മുടെ പശുവിനെ തിന്നാ കൊടുത്ത കേസ്. പശുവിൻ്റെ പണ്ടേ ഇതാരും വെച്ച് കൊടുത്താൽ ഞാനല്ല വെച്ച് കൊടുത്താൽ വേറെ ആരെ കയറിയും. ഇപ്പോൾ കടക്കാരെ വെച്ച് കൊടുത്തായിരിക്കും കേസ്. ആ മുട്ടേന്ന് വിരിഞ്ഞപ്പോൾ മുട്ടയിൽ അതിന് ചെവിയിൽ പൂവോടായിരിക്കും വിരുന്നത്. ഇതെന്തിനാണ് കേസ്? അതൊരു ഔട്ട്. ആപ്പിൾ കണ്ടോ കേസ്? ഞാൻ ആപ്പിളാണ് ക്രിസ്മസ് ട്രീ ആണ്. കാരണം ഞാൻ ആപ്പിൾ എനിക്ക് കാണുമ്പോൾ ക്രിസ്മസ് ട്രീ കണക്കാണുള്ളത് കേസ്. നമ്മുടെ ഭയപ്പയം ബനാന എനിക്ക് ആപ്പിളിനെ കാണുമ്പോൾ ക്രിസ്മസ് ട്രീ ആണ് ഓർമ്മ കിട്ടുന്നത്. നമ്മുടെ തെങ്ങിലൊക്കെ കായ്ഫലം പോലെ ഉണ്ടായില്ല കണ്ടു. അപ്പുറത്തൊക്കെ തെങ്ങ് കുലച്ച് കായ്ച്ചിരിക്കണം. നിനക്ക് വല്ല കഴിവുണ്ടോ അവിടെ? നമുക്ക് ഒരു തേങ്ങെങ്കിലും തന്നുണ്ട് നിനക്ക്. അറിയാതെ കൈ തട്ടി എൻ്റെ ഒരു മറ്റേ ബൾബ് പോലത്തെ ഒരു ബീട്രൂട്ട് ബ്ലൂബെറി എൻ്റെ കൈ തട്ടി ഒന്ന് പറഞ്ഞു വന്നതാ. എന്താ ചെയ്യുക? നമ്മുടെ കോൺ വലുതായി കേസ്. കോണിപ്പോഴും ഭൂമിയിൽ നിന്ന് പൊങ്ങിയിട്ട് പോലും ഇല്ല. ചെറുതായിട്ട് എൻ്റെ തലവട്ടം കാണുന്നല്ലാതെ. നമ്മുടെ ബീട്രൂട്ടിന് വലിയ ചെറുതായിട്ടൊന്ന് എത്തി നോക്കുന്ന പോലെ ഒന്ന് കാണാം കേസ് മണ്ണിൽ നിന്ന്. നമ്മുടെ ബാമ്പ് കണ്ടോ കേസ്? ബാമ്പ് കൊള്ളാം. ബാമ്പ് വെച്ച് 2-3 മിനിറ്റ് പോലും ആയില്ല. എൻ്റെ മൊത്തത്തിൽ അങ്ങ് വളർന്നു. കൊള്ളാം. എന്തുണ്ടായി? നമ്മുടെ ആപ്പിൾ ചെറുതായിട്ടൊന്ന് കൈ തട്ടി പറഞ്ഞത്. ഈ കൈ തട്ടി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞാൽ എനിക്ക് പിടിക്കുന്നില്ല കേസ്. ഇത് മാറ്റാൻ മാറ്റാൻ വല്ല വഴി വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ല കേസ്. എൻ്റെ അമ്മോ, അങ്ങനെ എത്ര ചെടിയാണ് തന്നെ ഇത് പറഞ്ഞു പോയത്. ഒരു ബാമ്പു എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞു പോയി കേസ്. അറിയാതെ എൻ്റെ ഒരു സാൻഡി ബാമ്പു ഉണ്ടായിരുന്നു. നിങ്ങൾ ഓഫ്ലൈനിൽ കളിച്ചുകൊണ്ടിരുന്നു. അവിടെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ കൈ തട്ടി അത് പറഞ്ഞു വന്നു. ആകെ അത് മാത്രമേ ഉണ്ടായിരുന്നു നല്ലത്. അതിന് മുമ്പല്ലേ നമുക്ക് ഗിയർ ഷോപ്പിലോട്ടൊന്ന് എത്തി നോക്കിയിട്ട് വരാം കേസ്. വല്ല സ്പ്രിംഗ്ലർ എക്സെട്ര വല്ല വന്ന് നോക്കട്ടെ. വാട്ടറിങ് ക്യാൻ വന്നിട്ടുണ്ട്. സ്പ്രിംഗ്ലർ ഒന്നും വന്നിട്ടില്ല കേസ്. ഒരു സ്പ്രിംഗ്ലർ വന്നിട്ടില്ല. നമുക്ക് എന്തിനാണ് കേസ്? ക്ലീനിങ് സ്പ്രേ അത്രയാണ്. ക്ലീനിങ് സ്പ്രേ നമ്മൾ പ്ലാന്റിനെ ക്ലീൻ ആക്കണം. അങ്ങനെ അല്ലതും ആറിനോടെ കേസ്. നിങ്ങൾ അതൊക്കെ എന്തൊരു പണ്ടാരം എന്തോ. നമ്മുടെ ബീട്രൂട്ട് ഇതുവരെയായിട്ട് എത്തി നോക്കി ചെറുതായിട്ടൊന്ന് മണ്ട കാണാന്നല്ലാതെ വേറെ ഒന്നുമില്ല കേസ്. വേറെ ഒന്നുമില്ല കേസ്. അതിന് കുറച്ച് നല്ലോണം വളർന്നിരുന്നെങ്കിൽ നമുക്ക് വിൽക്കായിരുന്നു. എത്ര പൈസ കിട്ടും? നമ്മുടെ എഗ്ഗ് ഗൈസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എഗ്ഗ് ഹാച്ച് ആവാൻ ഇനി ഒരു 7 മിനിറ്റ് മാത്രം. 7 മിനിറ്റ് കൂടെ കാത്തു നിന്നാൽ നമ്മുടെ എഗ്ഗ് ഇവിടെ ഹാച്ച് ആവുന്നതായിരിക്കും. ഹാച്ച് ആകുന്നതായിരിക്കും. നമ്മളിന്നൊരു എഗ്ഗ് ഫാം ഇവിടെ നടത്തും. എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മളിന്നൊരു വലിയ ആമസോൺ കാർഡ് ഇവിടെ പണിയും. അല്ലെങ്കിൽ ഒരു കുറ്റിക്കാടിൻ്റെ ഇവിടെ പണിയും. ആമസോൺ കാർഡ് അല്ലെങ്കിൽ കുറ്റിക്കാട്, ഇത് ഏതൊക്കെ സംഭവം നമ്മളിവിടെ പണിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ ഗ്രോയ ഗാർഡനിൽ എല്ലാം പ്ലാന്റുകളും എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കും. ഫ്രീ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കും കേസ്. എല്ലാ സംഭവങ്ങളും ഫ്രീ ആയി കൊടുക്കും. പക്ഷേ മൂടോടെ പിഴുത് കളയാൻ പറ്റുന്ന എല്ലാ ഭണ്ഡാരങ്ങളും ഞാൻ ഫ്രീ ആയി കൊടുക്കും. സീഡ് ഷോപ്പ് റീസ്റ്റോക്ക് ആയി കേസ്. ബാമ്പു ഉണ്ട്.
പിന്നെ താഴോട്ടൊന്നുമില്ല കേസ്, താഴോട്ടുള്ള വാങ്ങിക്കാനുള്ള പൈസ കാണില്ല നമ്മുടെ കയ്യിൽ. പിന്നെ ടൊമാറ്റോ ഒന്നും വേണ്ട തൽക്കാലം, ഒന്നും വേണ്ട കേസ്. റീസ്റ്റോക്ക് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തോന്നുന്നത് റീസ്റ്റോക്ക് എന്ന് വെച്ചാൽ സ്റ്റോക്ക് എടുത്ത് കളയണമെന്ന് തോന്നുന്നു എനിക്ക്. നേരത്തെ നേരത്തെ കളഞ്ഞിട്ട് റീസ്റ്റോക്ക് എന്തിന് പണ്ടാരെങ്കിലും ആവട്ടെ. നമുക്കിനി ഒരു 5 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഇവിടെ ഹാച്ച് ചെയ്യാം. നമ്മുടെ തെങ്ങ് തരം ഒരു കായ് പോലെ തന്നില്ല കേസ്. ഞാൻ തെങ്ങിനെല്ലാം അടിച്ചു ഓടിക്കുന്നു. മരിയയ്ക്ക് കായ് എന്നോണം എല്ലാം പിന്നെ ഇത്രയും സ്ഥലം മുടക്കി നിന്നെ വെറുതെ വെച്ചിരിക്കുന്നതല്ലേ കേട്ടാ. എന്തെങ്കിലും ആവട്ടെ. നമ്മുടെ എഗ്ഗ് ഹാച്ച് നമുക്ക് ഇത് കണ്ടോ കേസ്, അപ്പുറത്തെ ബേസിൽ ലേസർ അടാത് എന്തിനെങ്കിലും ആവട്ടെ കേസ്. നമുക്കതുപോലെ ലേസർ പണിയണം കേസ്. ലേസർ അല്ലെങ്കിൽ നമുക്ക് വല്ല ഡിസൈനുള്ളതൊക്കെ വയ്ക്കണം. നമ്മുടെ പശു, നമ്മുടെ ഗോമാതാവ് പശു കേസ്. നമ്മുടെ പശുവിൻ്റെ ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം കേസ്. നമ്മുടെ പശുവിൻ്റെ ഒരു പേര് വേണം കേസ്. നിങ്ങൾ കമൻറ്റ് ഇടാം കേസ്. നമുക്ക് പശുവിൻ്റെ ഒരു പേരിടാം. പിന്നെ നമുക്ക് കോണൊന്നും ആവിക്കേണ്ട കേസ്. കോണൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് വലിയ കോണാക്കണം. നമുക്ക് ഇവിടെ നിന്ന് വലിയൊരു കോണാക്കിയിട്ട് ആ കോണിന് വിറ്റൊക്കെ എത്ര പൈസ. കോണിന് വലിയ പൈസ ഒന്നുമില്ല കേസ്. കോൺ തട്ടിപ്പാണ്. നല്ല പൈസ കൊടുത്ത പൈസയുടെ ഒരു പകുതി പോലും കിട്ടില്ല കേസ്. അത് ചെയ്ത് അതിൻ്റെ ഒരു കോൺ വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആപ്പിളൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് പൈസ കിട്ടും. പിന്നെ ഓറഞ്ച് 12 അങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വിൽക്കുമ്പോൾ കുറച്ചുകൂടെ പൈസ കിട്ടും കേസ്. എൻ്റെ ഇത്ര വലിയ ബേസും ഇത്ര പ്ലാന്റൊക്കെ വന്നപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ലാഗ് അടിക്കാൻ തുടങ്ങി കേസ്. എന്താണ് ഡൈനോസോറാണ്? ഞാൻ ഡൈനോസറിൻ്റെ കാലത്തിലെത്തിയ ഒരു തെങ്ങ്, കുറേ ഡൈനോസോർ. ഇതെനിക്ക് തോന്നുന്നു അമ്മ ഡൈനോസറാണെന്ന് തോന്നുന്നു. വലിയ ഡൈനോസർ, പിന്നെ 2 ചെറിയ ഡൈനോസർ, പിന്നെ ഒരു മീൻ ആകാശത്തൂടെ കേസ്. മീൻ ആകാശം, പിന്നെ ആടല്ലേ പശുവാണ് കേസ്. പശു പിന്നെ അത് ചെറിയൊരു പീക്കിരി ചെറുക്കനും കൂടെ അവിടെ ഇരിക്കുന്നു കേസ്. പിന്നെ ഇത് ആന്തരടാ, അത് തലവത്തി പറഞ്ഞേ. ഓ മൈ ഗോഡ്, അത് എന്തൊരു വലിയ പെറ്റടാ അതൊക്കെ. ഓടാ, അത് വലിയൊരു ഒരു റെയിൻബോ കളർ തിളങ്ങാൻ പറ്റുന്ന ഡൈം അടിച്ചു അവിടെ കിടന്നിട്ട് ബാക്ക് ഫ്ലിപ്പ് ചെയ്തത്. നമ്മുടെ എഗ്ഗിന്, നമ്മുടെ പെറ്റിന് എപ്പോൾ വരും കേസ്? നമ്മുടെ $1 മില്യൺ ഓഫ് എഗ്. $1 മില്യൺ എഗ്. ഇവിടെ ബനാന വലുതേ വരുന്നുണ്ട് കേസ്. നമ്മളെന്നിട്ട് ബനാന തിന്നിട്ട് ബനാന വിറ്റിട്ടേ പോവുള്ളൂ. നമ്മുടെ ബനാനയ്ക്ക് നമുക്ക് മറ്റേ ഈ സ്പ്രിംഗ്ലർ ഇട്ട് കൊടുത്താലേ കേസ്. സ്പ്രിംഗ്ലർ ഇട്ട് നമുക്ക് ബനാനയ്ക്ക് സ്പ്രിംഗ്ലർ ഇട്ട് കൊടുക്കും. ചിലപ്പോൾ ബനാന മറ്റേ ബൾബ് കണക്ക് തിളങ്ങണമെങ്കിൽ അതുപോലൊക്കെ തിളങ്ങിയിരുന്നേ കൊള്ളായിരുന്നു കേസ്. നമുക്ക് കേസ് എന്തൊരു ലാഗ്. ഇത്രേ മറ്റേ പെറ്റും ഇതൊക്കെ വന്നപ്പോൾ ഫോണെടുത്ത് മുട്ടക്കാട്ട് ലാഗ്. ഇത് ആദ്യം സ്റ്റീലേ ബ്രെയിൻ റോട്ടിന് ഈ ലാഗ് മൊത്തം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വന്നു കേസ്. ഗ്രൂവേ കാടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ലാഗുകൾ വരാൻ തുടങ്ങി. നമുക്ക് വലിയ കൂടിയ നമുക്ക് ഇവോ പ്ലാൻസ് ഒക്കെ വേണം കേസ്. നമ്മുടെ ഇവോ പ്ലാൻസ് കൊണ്ട് മൊത്തം നമുക്ക് ഫ്രീ ഫയറിലൊരു ഇവോ കണ്ടു ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇത് ഗ്രൂവേ കാടനിലേക്ക് ഇവോ പ്ലാൻസ് വാങ്ങിച്ച് പൂട്ടും കേസ്. ഇപ്പോഴും ബീട്രൂട്ട് മാത്രമേ ഉള്ളൂ. എപ്പോൾ നോക്കിയാലും ബീട്രൂട്ട് മാത്രം മണ്ടയിൽ ഇങ്ങനെ നിൽക്കും. ബീട്രൂട്ട് മാത്രം എപ്പോഴും മണ്ടയിൽ പോയി ഇങ്ങനെ നിൽക്കും 100K എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. അത് വേറെ കൊണ്ടുവന്നിട്ട് മറ്റേ ഇവോ പ്ലാന്റ് നമ്മുടെ ഗിയർ ഷോപ്പിൽ ഒന്ന് എത്തി നോക്കി സംഭവം. നമ്മുടെ അഡ്വാൻസ് സ്പ്രിംഗ്ലർ വന്നു കേസ്. പിന്നെ ഗോൾഡി സ്പ്രിംഗ്ലർ താഴോട്ടൊന്നും വന്നിട്ടില്ല കേസ്. താഴോട്ട് സ്പ്രിംഗ്ലറിലൊന്നും വന്നിട്ടില്ല. ബാക്കി ചിലതിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗാർഡനിലോട്ട് പോകാം. ഗാർഡൻ നമുക്ക് ഈ ഗോൾഡി ഈ അഡ്വാൻസ് സ്പ്രിംഗ്ലർ ഇവിടെ കൊണ്ടുപോയിക്കും കേസ്. മഞ്ഞ കളർ നമുക്ക് ബനാനയ്ക്ക് കൊണ്ടുവച്ചാലോ. ബനാന ഇവിടെ ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്യണം? ഇങ്ങനെ ക്യാൻസൽ. ഇവിടെ വയ്ക്കുന്നത് കുറച്ചും കൂടെ കയറ്റി വയ്ക്കാം. വെച്ചോ. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് ബനാന ഇന്ന് വലിയ ബനാനയാണ്. നമുക്ക് മറ്റേ ലൈറ്റ് ഇങ്ങനെ കിടന്ന് ഓരോ ബൾബ് തിളങ്ങണമെങ്കിൽ നമ്മുടെ ബനാന ഇന്ന് കിടന്ന് തിളങ്ങും ഗൈസ്. നമ്മുടെ സീഡ് ഷോപ്പ് നമ്മൾ എത്തി നോക്കിയിട്ട് വരാം. അവിടെ പ്രത്യേകിച്ച് വല്ല വന്നോന്ന് ചോദിച്ചാൽ ഉള്ള സ്റ്റോക്കെല്ലാം പോയി. ഡാഫിൾ ഒന്ന് വാങ്ങിച്ചിരിക്കാൻ ഗൈസ്. കുറച്ചങ്ങനെ അധികം ഡാഫിൾ അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാമ്പു ഒക്കെ പോയി ഗൈസ്. നമുക്കിനി ഡാഫിളുണ്ട് നടാം ഗൈസ്. ഡാഫിൾ നമുക്ക് ഡാഫിൾ ഇവിടെ കൊണ്ടിടാം. നമുക്ക് ഇതിനിടെ കൊണ്ടുനടാം ഗൈസ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ സ്പ്രിംഗ്ലർ ഇട്ട് വെച്ചിരിക്കില്ലേ, മറ്റേ അഡ്വാൻസ് സ്പ്രിംഗ്ലർ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ കൊണ്ടുനടാം ഗൈസ്. അപ്പോൾ ഡാഫിളിനും കൂടെ കിട്ടുമല്ലോ ഈ സ്പ്രിംഗ്ലറിൻ്റെ ഇത്. അപ്പോൾ എന്തുകൊണ്ടും ലാഭമാണ്. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഗൈസ് ഡാഫിളൊക്കെ വെക്കുമ്പോൾ അപ്പോൾ തന്നെ വലുതാകും ഗൈസ്. ഡാഫിൾ ഒരു പൂവാണ്. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും മരമല്ലായിരിക്കും ഗൈസ് ഡാഫിൾ, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് അങ്ങനെയൊക്കെ ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായി ഡാഫിൾ ഒരു പൂവാണ് ഗൈസ്. ചെറിയൊരു പൂ, എന്തായാലും നല്ല വിലയാണ് സാർ.
നമ്മുടെ ബനാന വലുതാകുന്നുണ്ട് ഗേസ്. ബനാന ട്രീ പറഞ്ഞെന്നാൽ ഒരു വാഴ. വാഴ വലുതാകുന്നുണ്ട് ഗേസ്. മലയാളത്തിൽ പറഞ്ഞാൽ വാഴ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബനാന ട്രീ. ബനാന ട്രീ ഇല്ലേ? ട്രീ എന്തെങ്കിലും ആവട്ടെ. ബനാന പ്ലാന്റ് എന്ന് പറയുക ട്രീ എന്ന് പറയും. എന്തെങ്കിലും ആവട്ടെ ഗേസ്. ഇപ്പോൾ ഗേസ് നമ്മുടെ മുട്ട ഇപ്പോൾ വിരിയും ഗേസ്. നമ്മുടെ മുട്ട ഇപ്പോൾ വിരിക്കും ഗേസ്. നമ്മുടെ $1 million കൊടുത്ത് വാങ്ങിച്ച ഒരു എഗ്ഗ്. എഗ്ഗ് ഇത് സ്റ്റാർ ഫിഷാ? ഇതിന് വെള്ളം വേണ്ടേ കിടക്കേ? അപ്പോൾ ഞാൻ ഇതിനെ വിട്ടിട്ടുണ്ട് ഗേസ്. ദാണ്ടി അവിടെ പറ്റി പിടിച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റാർ ഫിഷൊക്കെ കരയിലും താമസിക്കുമോ? അല്ല, ഇനി വെള്ളം വേണ്ടായിരിക്കും ഗേസ്. ഇടയ്ക്കിടയ്ക്ക് കരയിലൊക്കെ കിടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്തിനാണ് ഗേസ്? പാസ് എന്നെല്ലാം കിട്ടുമോ ഗേസ്? പാസ് നമുക്ക് ഒരു പെറ്റിനെ കിട്ടിയത് അങ്ങനെ ക്ലെയിം ചെയ്തപ്പോഴേ ക്ലെയിമൊക്കെ ചെയ്തിരുന്നു. എന്നിട്ട് അതിനെ വിൽക്കുകയും ചെയ്തു ഗേസ്. നല്ലൊരു അവസ്ഥയാണ് ഗേസ് പെറ്റിന്. അതൊക്കെ നമ്മൾ പെറ്റിനെ വാങ്ങുന്നു, അതിന് വിൽക്കുന്നു. നല്ല അവസ്ഥയാണ് പെറ്റിനൊക്കെ. അത് വിൽക്കാതിട്ടാൽ മതിയെ. നമുക്ക് എന്തൊക്കെയോ ക്ലെയിം ചെയ്യാനുണ്ട് ഗേസ്. ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്തിനാണ് പണ്ടാരെന്ന് എനിക്ക് തിരിച്ച് മനസ്സിലായി. എന്തെങ്കിലും ക്ലെയിം ചെയ്തെടുത്തേക്കാം. അതൊക്കെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇതുമല്ല വാങ്ങിക്കാം. മറ്റേ പ്രൈം കാർട്ട്, പ്രൈം സീഡ് പാക്ക്, പിന്നെ നാവൽ വർട്ട് എന്ന് പറഞ്ഞത് പ്ലാന്റ് എടുക്കുക. പ്രൈം സീഡ് പാക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഗൈസ്. അതിന് നമ്മുടെ 50,000 മറ്റേ ഇതുപോലത്തെ കോയിൻസേ ഉള്ളൂ. അതിന് 100 വേണം ഗൈസ് കോയിൻസ്. നമ്മുടെ ഇപ്പോൾ 100 ഗൈസ്. നമ്മുടെ സ്റ്റോർ ഇതില്ല. ലെവലപ്പ് ലോലിപ്പോപ്പ് ഒക്കെ ഉണ്ട് ഗൈസിൻ്റെ അകത്ത്. ലെവലപ്പ് ലോലിപ്പോപ്പ് ഉണ്ട് ഗൈസിൻ്റെ അത്. നമുക്ക് എന്തൊരു പ്ലാന്റ് ക്ലെയിം ചെയ്ത് ഗൈസ്. സൺഡ്യൂ സീഡ് ഗൈസ്. അതിന് മുമ്പ് നമ്മൾ മൊത്തം തണുപ്പായില്ലേ ഗൈസ്. നമുക്ക് സൺഡ്യൂ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കിട്ടി ഗൈസ്. അത് എന്തിനാണോ എന്തോ നല്ല കൂടിയ പ്ലാന്റാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇപ്പോൾ തൽക്കാലം സ്പ്രിംഗ്ലറിൻ്റെ അവിടെ തന്നെ വെക്കാം ഗൈസ്. നമ്മുടെ എല്ലാം നമുക്ക് സ്പ്രിംഗ്ലറിൻ്റെ അവിടെ തന്നെ കൊണ്ട് വയ്ക്കാം ഗൈസ്. അപ്പോൾ പെട്ടെന്ന് വളരെയും ചെയ്യും നമുക്ക് സൺഡ്യൂ പ്ലാന്റ് എന്ന് വെച്ചാൽ അവിടെ കേട്ടിട്ടുണ്ട്. ആ പ്ലാന്റ് എങ്ങനെയായിരിക്കും എന്തോ അതിന് പൂ വരുമോ ഗൈസ്? നമ്മുടെ ബനാന ആവശ്യത്തിന് നല്ലോണം വലുതാകുന്നുണ്ട് ഗൈസ്. നമ്മുടെ വാഴ എന്ന് പറയാം. വാഴയിലെ ബനാന ട്രീ. നമുക്ക് തൽക്കാലം വാഴ എന്ന് പറയാം ഗൈസ്. നമ്മുടെ വാഴ ആവശ്യത്തിന് വലുതായിട്ടുണ്ട്. വാഴ നമുക്ക് ബനാന ട്രീ നമുക്ക് ആവശ്യത്തിന് വലുതായിട്ടുണ്ട്. നമ്മുടെ സൺഡ്യൂ പ്ലാന്റ് വലുതാവുണ്ട് ഗൈസ്. പെട്ടെന്ന് വലുതാവുണ്ട് സാധനം. നല്ല പെട്ടെന്ന് വലുതായിരുന്നെങ്കിൽ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് കാണാമായിരുന്നു ഗൈസ്. സൺഡ്യൂ പ്ലാന്റ് എങ്ങനെയാണത് വലുതാകുന്നത്, എങ്ങനെയായിരിക്കും അതിൻ്റെ രൂപം വലുതാകുമ്പോൾ ഇതൊക്കെ അറിയാനൊരു കൗതുകം ഗൈസ്. എന്തായാലും നമുക്ക് എൻ്റെ കൈയാട്ടി പൊന്നെ ഒരു ബ്ലൂബെറി പറഞ്ഞു വന്ന് ഗൈസ് അതുകൊണ്ട് വിറ്റേക്കാം ഗൈസ്. നല്ല പൈസ കിട്ടുമോ? പൈസ കിട്ടും. ഒരു ആവശ്യത്തിന് അധികം പൈസ കിട്ടി ഗൈസ്. എന്നുവെച്ചാൽ ആ ബ്ലൂബെറിക്ക് നല്ല പൈസ. മറ്റേ തിളങ്ങണ ബ്ലൂബെറിയാണ്. ബൾബാണ് തിളങ്ങിയിരിക്കും. അപ്പോൾ അതിനെല്ലാം ഞാൻ സ്പ്രിംഗ്ലറൊക്കെ അടിച്ചപ്പോൾ അതിന് എന്തൊക്കെ ആയതാണ് ഗൈസ്. ഗോൾഡി സ്പ്രിംഗ്ലറൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ചിരുന്നു. അപ്പോൾ അതിന് എന്തൊക്കെയൊക്കെയോ ബൾബണൊക്കെ തിളങ്ങാൻ തുടങ്ങി. അവൻ്റെ ബേസൊക്കെ നോക്കട്ടെ. അത് എന്തിനാ അത്? ഇതാണ് ആമസോൺ കാർഡ്. നമുക്ക് ഇതിലെല്ലാം വന്നിട്ടുണ്ടോ നോക്കട്ടെ ഗൈസ്. സ്പ്രിംഗ്ലർ വല്ലതും ഇല്ല. പ്രത്യേകിച്ച് ഗോൾഡി സ്പ്രിംഗ്ലർ ഇല്ല. മാസ്റ്റർ സ്പ്രിംഗ്ലർ വന്നില്ല. ഗോൾഡി സ്പ്രിംഗ്ലർ വന്ന് ഗൈസ്. ഞാൻ ഇവിടെ കണ്ടിട്ടുന്നില്ല. എവിടെയായിരുന്നു ഇത്? വാട്ടർ ക്യാൻ താഴെ താഴെ ഗോൾഡി സ്പ്രിംഗ്ലർ ഗൈസ്. നമ്മളിന്ന് ഒരു ഇവോ പ്ലാന്റ് അല്ല, മറ്റേ മ്യൂട്ടേഷൻ ചെയ്യും ഗൈസ് നമ്മളൊന്ന് പ്ലാന്റിന്. ഗ്രാൻഡ് മാസ്റ്റർ സ്പ്രിംഗ്ലറിനൊക്കെ നല്ല പൈസ വേണം ഗൈസ്. നമുക്ക് സീഡ് ഷോപ്പിലൊന്ന് പോയി നോക്കാം. സീഡ് ഷോപ്പിൽ പ്രത്യേകിച്ച് വല്ല വന്നാൽ നോക്കട്ടെ. സീഡ് ഷോപ്പിൽ ഗൈസ് കോക്കനട്ട്, പിന്നെ ഒരു കോക്കനട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ട് ഒരെണ്ണേ ഉള്ളൂ ഗൈസ്. പിന്നെ ആപ്പിൾ സീഡ് അതും കൂടെ ഒന്ന് വാങ്ങിച്ചേക്കാം. പിന്നെ വാട്ടർ മെലനും കിടക്കട്ടെ. പിന്നെ ടൊമാറ്റോ, പിന്നെ ഒരു വാട്ടർ മെലനും കൂടെ വാങ്ങിച്ചാൽ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പിന്നെ ടൊമാറ്റോ, ഓറഞ്ച് ടാപ്ലിങ് ഗൈസ്. നമുക്ക് 2-3 ഓറഞ്ച് ടാപ്ലിങ് കൂടെ വാങ്ങിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ബേസിലോട്ട് ടെലിപ്പോർട്ട് ആവാം. ബേസിലോട്ട് കയറിയിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ ഗ്രാഫിക്സിലൊന്ന് സെറ്റ് ആക്കട്ടെ ഗൈസ്. നമ്മുടെ ഫോൺ കിടന്ന് ഇച്ചിരി ലാഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ ശരിയാക്കണം. ഗ്രാഫിക്സ് നമുക്ക് കുറച്ച് വെച്ചാലും ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആവശ്യത്തിന് നമുക്ക് 3 കട്ട കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ തൽക്കാലം ലാഗില്ലേ. നീ വരുമെന്ത് ലാഗ്? ഉണ്ട് ഗൈസ്. ഇപ്പോഴും ലാഗുണ്ട്.
ഇപ്പോഴും ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർ ഫിഷിനെല്ലാം കൊടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമുക്ക് ആദ്യം ഇതൊക്കെ കൊണ്ട് നടാം ഗൈസ്. വാട്ടർ മെല്ലൻ നമുക്ക് അവിടെ കൊണ്ട് നടാം. നമുക്ക് വാട്ടർ മെല്ലൻ ഇവിടെ നടാം ഗൈസ്. ബെഡ് പിറകിൽ ഇവിടെ നടാം ഗൈസ്. ഇവിടെ 2 നട്ടേക്കാം. ഒരെണ്ണം ഗൈസ്. നമ്മൾ 2 വാങ്ങിച്ചിട്ടുണ്ട്. 2 അവിടെ തന്നെ നട്ടിട്ടുണ്ട്. പിന്നെ കോക്കനട്ട്. അപ്പം നമ്മുടെ ആപ്പിൾ എവിടെ ഗൈസ്? ഞാൻ അറിയാതെ ആപ്പിൾ കൂടെ അവിടെ നട്ട് ഗൈസ്. അയ്യോ കുഴപ്പമില്ല, എന്തായാലും അവിടെ തന്നെ കിടക്കട്ടെ. തൽക്കാലം നമ്മൾ അവിടെ 2 ആപ്പിൾ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടെ 2 ആപ്പിൾ ട്രീ അവിടെ ഈ സൈഡിലല്ല, നമുക്ക് അവിടെ തന്നെ നടാം ഗൈസ്. നമുക്ക് കോക്കനട്ട് ഇവിടെ നടാം ഗൈസ്. അവിടെ നട്ടിട്ടുണ്ട്. നമുക്കിനി ഗോൾഡി സ്പ്രിംഗ്ലർ, നമുക്ക് ബാമ്പൂന് നമുക്ക് മറ്റേ ബൾബ് കത്തിനാണ് കേൾക്കണം ഗൈസ്. ഇവിടെ നട്ടിട്ടുണ്ട്. ഇവിടെ വെക്കണ്ട എന്ന് വെച്ചാൽ ഇവിടെ കുറേ വെള്ളമൊക്കെ കുറേ സ്ഥലമൊക്കെ അതുവഴി പോകും ഗൈസ്. നമുക്ക് ഇവിടെ നടാം. നടാനല്ലേ ഇവിടെ ഫിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ കുറച്ചും കൂടെ കയറ്റി ഓക്കെ ഗൈസ്. ഇവിടെ തന്നെ നമുക്ക് സ്പ്രിംഗ്ലർ ശരിയാക്കാം. ഈ വീട് ഓക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഗോഡ്ലി സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോഡ്ലി സ്പ്രിംഗ്ലർ അതിൻ്റെ ഓറഞ്ച് ടാപ്ലിങ് കൂടെ കയറിയാതെ പറഞ്ഞു ഗൈസ്. കൂടെ സെല് ചെയ്തേക്കാം. നമുക്ക് ഒരു 1000 സെൻറ്റ് കിട്ടിയാൽ കൊള്ളാം. $1000 നമുക്ക് ഇപ്പോൾ ഡോളർ എന്ന് പറയാം. ഹൗ മച്ച് ഐ വാണ്ട് ടു സെൽ ദിസ് ഓക്കെ ഗൈസ്. 1500 എത്ര സെൻറ്റ് കിട്ടി ഗൈസ്? അല്ല 1000-ൻ്റെ മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയ കാര്യം തന്നെ ഗൈസ്. നമുക്ക് നമ്മുടെ ഇവിടെ മറ്റേ ഇത് സ്ട്രോബെറിയൊക്കെ അവിടെ ഞാനിപ്പോൾ നട്ടത് എന്തോ നമ്മുടെ സ്റ്റാർ ഫിഷ്, നമ്മുടെ ഗോൾഡി സ്പ്രിംഗ്ലർ വെച്ച് നമ്മുടെ വലിയ മ്യൂട്ടറ്റായ ഗൈസ്. ഇതെന്തിനാണ് അപ്പുറത്ത് എന്തോ ഒരു മറ്റേ ബേണിംഗ് ബഡ് ഇവിടെ ഒന്ന് കയറിയിരിക്കുന്നു ഗൈസ്. അങ്ങോട്ട് ഇങ്ങനെ നീണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഗോൾഡി സ്പ്രിംഗ്ലർ നമ്മുടെ സൺഡ്യൂ പ്ലാന്റ് 94% വലുതായിട്ടുണ്ട് ഗൈസ്. 94 84%. നമ്മൾ 84% വലുതായിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇത് കണ്ടാൽ ഗൈസ് മറ്റേ ബേണിംഗ് ബഡാണ്. ഇത് മറ്റേ എനിക്ക് എന്തൊരു വലിയൊരു കുടമാണ് ഇരിക്കുന്നത് ഗൈസ്. അത് നമ്മുടെ ലാഗ് ആവശ്യത്തിനുണ്ട് ഗൈസ്. നമ്മുടെ ഗോഡ്ലി സ്പ്രിംഗ്ലർ വെച്ച് ഇത് മ്യൂട്ടേറ്റ് ആവൂ. എനിക്ക് ലക്ഷണങ്ങളൊന്നും കാണാനില്ല ഗൈസ് ഇത് മ്യൂട്ടേറ്റ് ആവണേ. ഇതിന്നൊന്നും മ്യൂട്ടേറ്റ് ആവില്ല എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ മ്യൂട്ടേറ്റ് ആവാൻ ഇത് തന്നെ വേണ്ടി വരും ഗൈസ്. എന്നിട്ട് അഡ്മിൻ അബ്യൂസ് തുടങ്ങിയവ അതൊക്കെ വേണ്ടി വരും കേസ് മ്യൂട്ടേറ്റ് ആവാൻ. അല്ല പ്രത്യേകമായ വല്ല മഴയോ ആസിഡ് മഴയോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മ്യൂട്ടേറ്റ് ആവുമായിരിക്കും കേസ്. നല്ലതായിരിക്കും. നമ്മുടെ ടൊമാറ്റോ ഒക്കെ മ്യൂട്ടേറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും മ്യൂട്ടേറ്റ് ആവുന്നുണ്ട് കേസ്. കൂടിയത് അതൊന്നും മ്യൂട്ടേറ്റ് ആവുന്നുണ്ടല്ലേ. ഇതൊന്നും മ്യൂട്ടേറ്റ് ആവില്ല കേസ്. അങ്ങനെ ആവില്ലായിരിക്കും ചിലപ്പോൾ. നമുക്ക് ഗ്രാഫിക്സ് ഒന്ന് ശരിയാക്കണം. ഗ്രാഫിക്സിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേസ്. നമുക്ക് ഫുള്ളൊക്കെ ഇട്ട് വയ്ക്കാം കേസ്. ഒന്നുകൂടെ ഫുള്ളായിട്ട് വയ്ക്കാം. നമുക്ക് ഷാഡോ ഒക്കെ കറക്റ്റ് അറിയണം. എന്തായാലും നമുക്ക് ലാഗ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ലാഗ് കുറഞ്ഞതാണ് തോന്നുന്നത് കേസ്. നമ്മുടെ ഇതും തിരിഞ്ഞ് തന്നെ അവിടെ നട്ട ആപ്പിൾ, നമ്മുടെ വാട്ടർ മെലണൊക്കെ 15% ഗ്രോ ആയിട്ടുണ്ട് കേസ്. നൈസ്. നമ്മുടെ ഗോൾഡി സ്പ്രിംഗ്ലർ അവിടെ കിടന്ന് സ്പ്രിംഗ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ്. ഇവിടെ നമ്മുടെ ബാമ്പൊക്കെ മ്യൂട്ടേറ്റ് ആയാൽ മതിയായിരുന്നു. നമ്മുടെ ബാമ്പ് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബനാന ട്രീ അങ്ങനെ മ്യൂട്ടേറ്റ് ആയാൽ മതിയായിരുന്നു കേസ്. നമ്മുടെ പാസിലെല്ലാം പോയി നമുക്ക് വല്ലതും പുതിയ പ്ലാന്റ് എല്ലാം കിട്ടുമോ കേസ്? നമുക്ക് പുതിയ പ്ലാന്റിന് കിട്ടുന്ന ലക്ഷണമൊന്നും കാണാനില്ല കേസ്. ഇവിടെ സ്റ്റോറിൽ നമുക്ക് ഒന്നും കിട്ടില്ല കേസ്. അപ്പോൾ നമുക്ക് പാസ്റ്റിനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മുടെ ബാമ്പൊക്കെ അങ്ങ് നല്ല വലുതാവണമല്ലാതെ നമുക്ക് മ്യൂട്ടേറ്റ് ഒന്നും ആവണം കാണില്ല കേസ്. അപ്പോൾ ഈ ഗോൾഡി സ്പ്രിംഗ്ലർ വെറുതെയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ വെറുതെയാണ് ഞാൻ ഗോൾഡി സ്പ്രിംഗ്ലർ വെച്ച് ഞാൻ പൊട്ടനാ. സീഡ് ഷോപ്പ് അതിൻ്റെ തന്നെ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേസ്. റീസ്റ്റോക്ക് ആയത് മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ എത്തി. നമുക്ക് ഓറഞ്ച് ടാപ്ലിങ് കുറച്ച് വാങ്ങിച്ചേക്കും കേസ്. നമ്മുടെ അവിടെ മൊത്തം ഓറഞ്ച് ടാപ്ലിങ് ആക്കണം. നല്ല രസമുണ്ട് കേസ്. ഓറഞ്ച് ടാപ്ലിങ് ആണ്. എന്തായാലും വേറൊന്നും റീസ്റ്റോക്ക് ആയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ റീസ്റ്റോക്ക് അല്ല നടന്നത്. ഇവിടെ നടന്ന സ്റ്റോക്ക് പോയതാണ്. നമുക്ക് ഗിയർ ഷോപ്പിലോട്ടൊന്ന് പോകാം ഗൈസ്. നമ്മുടെ ഗിയർ ഷോപ്പിൽ മറ്റേ ഇത് റീകോയിലിൽ പോയി ഗൈസ്. മറ്റേ റീകോയിലിൻ്റെ മറ്റേ സാധനം നമുക്ക് ഇവിടെ കാൽനട യാത്രയിൽ തന്നെ പോകാം ഗൈസ്. ഗിയർ ഷോപ്പിലേക്ക് കാൽനട യാത്ര. നമുക്ക് ഇവിടെ ഇന്ന് ഏത് കൊല്ലത്തെത്തുമോ ഇത് അവിടെ. ഇത് ഷവ്വൽ വെച്ച് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്തോ. തൽക്കാലം നമുക്ക് ഗിയർ ഷോപ്പിൽ വല്ല പുതിയ സ്പ്രിംഗ്ലർ വല്ല വന്ന് നോക്കാം ഗൈസ്. ഇനി സ്പ്രിംഗ്ലർ പ്രത്യേകിച്ചൊന്നും കാണാൻ തുടക്കമേ മോശം ഗൈസ്. വന്ന് ബേസിക് സ്പ്രിംഗ്ലർ ഉണ്ട് ഗൈസ്. കുഴപ്പമില്ല. നമുക്ക് കുറച്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഉള്ളതെല്ലാം നമ്മൾ സ്റ്റോക്ക് മൊത്തം തീർത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് വാട്ടർ ക്യാൻ ഇവിടെ വാങ്ങിച്ചാലേ പോയാ വരച്ച് പെട്ടെന്ന് വരും. ഗൈസ് നമ്മളൊരു വാട്ടർ ക്യാൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് അറിയാം. നമ്മൾ കുറേ വാങ്ങിച്ചിട്ടുണ്ട് വാട്ടർ ക്യാൻ. നമ്മൾ വാട്ടർ ക്യാൻ ഒരു 20 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. ഇതിൻ്റെ ഉപയോഗം എന്തിനാണ്? നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ബേസിക് സ്പ്രിംഗ്ലർ ഉണ്ട് കേസ് നമ്മുടെ കയ്യിൽ. ഇതുകൂടെ നമുക്കിവിടെ വെച്ചാലേ
നമ്മുടെ ഇത് പറഞ്ഞ ഫ്രോസൺ ആയി കേസ്. നമ്മുടെ ഒരു ബാമ്പു ഒന്ന് തണുപ്പ് ഐസ് കട്ടയ്ക്കകത്തായി പോയി. ഇത്ര തണുപ്പായിരുന്നു എന്തോ. നമ്മുടെ കോണും ഐസ് കട്ടയ്ക്ക് നമ്മുടെ ഐസ് കട്ടയിലായി. നമ്മുടെ കോക്കനട്ട് ഇതുവരെയായിട്ട് ഒന്നും തന്നില്ല. കോക്കനട്ടല്ലേ, കോക്കനട്ട് ട്രീ. തെങ്ങ് ഇതുവരെയായിട്ട് ഒന്നും തന്നിട്ടില്ല കേസ്. തെങ്ങ് ഇതുവരെയായിട്ട് ഒരു തേങ്ങ പോലും തന്നിട്ടില്ല. എന്താ നമ്മുടെ ആപ്പിൾ എഴുതാറുണ്ട് കേസ്. നമുക്ക് ഇവിടെ നട്ടാലോ? ഈ നട്ടാലേ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യണം. ഇവിടെ വെച്ചിട്ടുണ്ട് കേസ്. ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെയും കൂടെ വെച്ചാലേ നമ്മുടെ ആപ്പിളിനും കൂടെ കിട്ടേ. ഒരെണ്ണം ഇങ്ങ് ചേർത്തങ്ങ് ഒരെണ്ണം നമുക്കിവിടെ ചേർത്തങ്ങ് വെച്ചേക്കാം കേസ്. ആപ്പിളിനും കൂടെ കിട്ടാൻ നമ്മൾ ആപ്പിൾ ഇവിടെ വേണോ? തൽക്കാലം വേണോ? നമ്മുടെ ഒരെണ്ണം കൂടെ ഉള്ളൂ. വേണ്ട കേസ്, നമുക്ക് തൽക്കാലം വേണ്ട. നമുക്ക് വേണ്ട കേസ്. മണലാരണ്യം കേസ്. നമ്മുടെ ആടുജീവിതം ഗോഡ് ലൈഫ് കേസ്. ഇവിടെ മൊത്തം മണലാരണ്യം. മൊത്തം മണലൊക്കെ അടിച്ച് കയറി വരണം കേസ്. കൊള്ളാം എന്തായാലും. ഇവിടെ കൊണ്ട് നടാം കേസ്. നമുക്ക് ഇവിടെ വയ്ക്കാം. നമ്മുടെ കോക്കനട്ട് ഒന്ന് വലുതാവട്ടെ. എന്തോ നമ്മുടെ ആപ്പിള് വലുതാവും കേസ്. കോക്കനട്ടാണ് കേസ് പതിയെ വലുതാവുന്നത്. കോക്കനട്ട് കായ്ബലം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് കുറച്ചങ്ങ് വെറുതെ ഇട്ട് നോക്കാം. കോക്കനട്ട് കായ്ബലം വേണം. കായ്ബലം നമുക്ക് ഈ ക്യാൻ വെച്ച് വല്ല ഉപയോഗം ഉണ്ടാകും. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റും. നമ്മുടെ വെള്ളം സാൻഡി കേസ്. നമ്മുടെ ഒരു ബാമ്പു സാൻഡി ബാമ്പുമായി നമുക്ക് ഇത് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റും. വെള്ളം നമുക്ക് ബനാന ഒന്ന് കേസ്. പഴം വന്ന് കേസ്. നമ്മുടെ വാഴ മരത്തിൽ ബനാന വന്നു കേസ്. നമ്മുടെ ബനാന ട്രീയിൽ ബനാന വന്നു. പിന്നെ നമ്മുടെ സാൻഡി ബനാന മൊത്തം മണ്ണ്. കുറച്ച് ബനാനയിലെ മണ്ണങ്ങ് വാരി ഇട്ട് കൊടുത്തത് കേസ്. നമ്മുടെ ഒരു സാൻഡി സ്ട്രോബറി ഇവിടെ ഉണ്ട്. നമ്മൾ മറ്റേ ബീട്രൂട്ടിനെ കുറച്ച് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആപ്പിളിന് നമ്മൾ കുറച്ച് ഒഴിച്ചേക്കാം കേസ്. നമ്മുടെ വളർച്ച കൂടും എന്തോ കേസ്. നമുക്ക് 2-3 തുള്ളി നമ്മുടെ കോക്കനട്ടിനെ കൂടെ ഒഴിച്ച് കൊടുക്കും കേസ്. നമ്മുടെ വളർച്ച കൂടുന്നതാണ് കേസ് തോന്നുന്നത്. നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ വളർച്ച നല്ലോണം കൂട്ടുമായിരിക്കും. ഇത് കൂട്ടിയാൽ മതി. കൂട്ടിയാൽ കൊള്ളാം. നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഇതിനെ ഒഴിച്ച് കൊടുക്കും കേസ്. ഇതൊരുമാതിരിക്കുന്ന പ്ലാന്റ്. നമുക്ക് ആ പ്ലാന്റ് ഇത് ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തേക്കാം കേസ്. ഇത് പതിയെ വളരണം. നമുക്ക് കുറച്ചങ്ങ് ഒഴിച്ച് കൊടുത്തേക്കാം. പിന്നെ വല്ലതിനെ ഒഴിച്ച് കൊടുക്കണോ? നമ്മുടെ വേറെ എന്തെങ്കിലും നമ്മുടെ ഇതും ക്യാബേജിന് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേസ്. നമ്മുടെ ക്യാബേജിന് കുറച്ചങ്ങ് ഒഴിച്ച് കൊടുത്തേക്കാം. ക്യാബേജ് കൂടെ അങ്ങ് വലുതാവട്ടെ. നമുക്ക് പിന്നെ നമ്മുടെ തണ്ണിമത്തൻ വേണ്ട. നമുക്ക് തണ്ണിമത്തൻ വേണ്ട. തണ്ണിമത്തൻ സ്പ്രിംഗ്ലറിൽ നിന്ന് കിട്ടിക്കണം. ബേസിക് സ്പ്രിംഗ്ലറിൽ നിന്ന്. പിന്നെ വല്ലത്തിന് നമുക്ക് ഇത് ഒഴിക്കണം. വേറെ ഒന്നിനും ഒഴിക്കേണ്ട കേസ്. ഒഴിക്കണ്ട. ഇത് സേവ് ചെയ്ത് വെച്ചേക്കാൻ. നമുക്ക് ചിലപ്പോൾ ഇത് ഇടുമ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെ കൂടുമായിരിക്കും കേസ്. അപ്പോൾ ബാമ്പിന് കുറച്ചിട്ട് കൊടുത്താൽ ലാഗ് മുട്ടക്കാട്ട് ലാഗാണ് കേസ്. നമ്മുടെ ഇത് കൊള്ളാം കേസ്. ഇത് സാൻഡി സ്റ്റോർമ അങ്ങനെ കണ്ടോന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. നല്ല മണലൊക്കെ നിന്നെ അടിച്ച് കയറി. കാറ്റ് വരണം കേസ്. മണൽ വരണം. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ സൺഡി പ്ലാന്റിന് ഒഴിച്ചു കൊടുത്താലോ? സൺഡി പ്ലാന്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേസ്. കുറച്ച് നമ്മുടെ സൺഡി പ്ലാന്റിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ട്രോബെറി കുറച്ചങ്ങ് വിറ്റേക്കാം കേസ്. ഇവിടെ ഇൻവെൻറ്ററി അങ്ങ് വിറ്റേക്കാം. ഐ വാണ്ട് ടു സെൽ മൈ ഇൻവെൻറ്ററി വിറ്റിട്ടുണ്ട്.